ആ ഗ്യാങ്ങിലേക്ക് കിം ജോങ് ഉൻ എത്തുമോ? ഇനി അതാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവർ നയിക്കുന്ന ആ ത്രയത്തിലേക്ക് ഇനി എത്താനുള്ളത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ മാത്രമാണ്. ലോകരാജ്യങ്ങൾ സമ്പൂർണ്ണമായി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ പുടിനും കിം ജോങ് ഉന്നും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് ട്രംപ് ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത്. പോരാത്തതിന് ട്രംപ് ഇതിൽ വല്ലാതെ അസ്വസ്ഥനായി എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെ വിജയ പരേഡിന് മുന്നോടിയായി പ്രസിഡന്റ് ഷീ ജിങ് പിങ്, വ്ളാഡിമിർ പുടിൻ, കിം ജോങ് ഉൻ എന്നിവരെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനയുടെ സ്വാതന്ത്ര്യത്തിൽ അമേരിക്ക നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ജിങ് പിങ് ഇത് മറക്കരുതെന്നും ട്രംപ് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് പുതിനും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് വലിയ രോഷമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇരുവരും അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിം ജോങ് ഉന്നുമായി ഒരു കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ളത് മാത്രമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അമേരിക്ക ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് പരാമർശിക്കുമോ എന്നതാണ് വലിയ ചോദ്യം. ചൈനയുടെ വിജയത്തിൽ നിരവധി അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പോരാത്തതിന് അവരുടെ ധീരതയും ത്യാഗവും ഓർമ്മിപ്പിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയ പുടിനും കിം ജോങ് ഉന്നിനും എൻ്റെ ആശംസകൾ എന്നും പരിഹാസ രൂപേണ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിൽ ഒരു പോസ്റ്റ് പങ്കിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. ദ ബിഗ് ക്വസ്റ്റ്യൻ ടു ബി ആൻസേർഡ് ഈസ് വെദർ ഓർ നോട്ട് പ്രസിഡന്റ് ഷീ ജിങ് ഓഫ് ചൈന വിൽ മെൻഷൻ ദ മാസീവ് എമൗണ്ട് ഓഫ് സപ്പോർട്ട് ആൻഡ് ബ്ലഡ് ദാറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഗേവ് ടു ചൈന in order to help it secure its freedom from a very unfriendly foreign invader എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വിജയാഘോഷ പരേഡ് സംഘടിപ്പിക്കുന്നതിനിടയിൽ അമേരിക്കയുടെ പേര് ഓർമ്മിക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് ചൈനയോട് കെഞ്ചുന്നതായിട്ടാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ഈ പോസ്റ്റിനെ വിലയിരുത്തുന്നത്. മറിച്ച് മറ്റൊരു വലിയ ചർച്ച ഉണ്ടായി വരുന്നത് കായ് ഷി എന്ന് പറയുന്ന ചൈനയുടെ ഏറ്റവും വലിയ CCP നേതാവിനെ കണ്ട ശേഷം കിം ജോങ് ഉന്നുമായി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.